പൊതുവെ 10ാം ക്ലാസ്സിലെ പ്രതിഭകളോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കാറല്ലേ. ഇവിടെ ഈ സീരീസിൽ നമ്മൾ സംസാരിക്കുന്നത് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ് സയൻസ് എടുത്തു ഇന്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലേക്ക് വന്ന് തീരുമാനം വന്ന കുട്ടികളുടെ സീരീസാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അജ്ലാനാണ്. അജ്ലാന് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അജ്ലാൻ ഉഷാറായിട്ട് പോകണു അല്ലേ? ഇപ്പം +1 റിസൾട്ട് ഒക്കെ വന്നു അല്ലേ? +1 റിസൾട്ട് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു +1 റിസൾട്ട്? എത്ര പെർസെൻറ്റേജ്? എങ്ങനെയാ? എനിക്ക് 95% ഉണ്ടായിരുന്നു. വെരി ഗുഡ്, 95% അല്ലേ? 10ാം ക്ലാസ്സിന്റെ മാർക്ക് കൂടി പ്രേക്ഷകർക്ക് പറയാൻ വേണ്ടി. 10ാം ക്ലാസ്സിലെ CBSE ഞങ്ങളുടെ നാട്ടിലെ സ്കൂളിൽ 80% ആണ്. 80% ആയിരുന്നു. 80% നിന്ന് 95%. ആക്ച്വലി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അജ്ലാനോട് സംസാരിക്കുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്നല്ലേ. 15% സയൻസിൽ കയറി പറഞ്ഞാൽ വലിയ കാര്യമാണ്. മാത്രമല്ല അടിവരായിട്ട് പറയേണ്ടത് പിന്നെ ബാക്കി മതപഠനം കൂടി നടത്തി ഖുർആനും കൂടി ഹിഫ്ള് ചെയ്ത ആളാണ് അജ്ലാൻ അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയത്ത് പഠനവും കാര്യമൊക്കെ? കുറച്ച് ടഫായിരുന്നു. ഞാൻ ഖുർആൻ മാത്രം ഇങ്ങനെ നോക്കിയത് 10ാം ക്ലാസ് വരെ. അപ്പം CBSE ആയതുകൊണ്ട് തന്നെ 80% പറ്റിയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ആ ഘട്ടത്തിലും സയൻസ് തന്നെ എടുക്കണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പൊതുവെ മാർക്ക് കുറഞ്ഞവരൊക്കെ ഹ്യൂമാനിറ്റീസ്, കുറച്ചുകൂടി ഉണ്ടെങ്കിൽ കൊമേഴ്സ്, കുറച്ചുകൂടി. അത് തീർത്തും തെറ്റാട്ടോ, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ഇങ്ങനെ സയൻസിലേക്ക് ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരണം തോന്നി? കൊച്ചിലെ ഇങ്ങനെ ഡോക്ടർ ആവണമെന്നൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ 10ാം ക്ലാസ് മാർക്കില്ല എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞു കൊമേഴ്സ് അതിന് പറ്റൂ, സയൻസ് പറ്റില്ല എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ വാപ്പാന്റെ വാപ്പ എപ്പോഴും പറയാം നമുക്ക് പഠിക്കുന്നെങ്കിൽ സയൻസ് മതി, അന്റെ ഇത് നോക്കിയിട്ട് ഏതാന്ന് വെച്ചാല് ഖുർആനൊക്കെ പഠിച്ചല്ലേ, അപ്പൊ ഒരു ഹാഫിളായ ഡോക്ടറൊക്കെ ആവാന്ന് പറഞ്ഞാല് വലിയ കാര്യല്ലേ. അങ്ങനെ ഞാൻ ഡോപ്പ നോക്കിയതും ഞാന് ഒരു ഇന്റർവ്യൂന്റെ ഒരു പരസ്യം ഉണ്ട്. അങ്ങനെ അതില് വിളിച്ചു ചോദിച്ചപ്പോ ഇങ്ങനെ ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ഇന്റർവ്യൂവിന് വിളിച്ച് ഇന്റർവ്യൂവിന് ഒരു എക്സാം എഴുതി ടെസ്റ്റ് ചെയ്ത് കിട്ടിയതാ. ഓക്കെ. അതിനകത്ത് അജു നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻട്രൻസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ള സംശയമാണ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പബ്ലിക് എക്സാം ആകെ പാളുമോ എന്നുള്ളത്. എന്താ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിസ്റ്റം? ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോ +1 സമയത്ത് വന്നപ്പോ തന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് അത്ര ടച്ച് ഇല്ലാത്ത CBSE പഠിച്ചെങ്കിലും ഇവിടെ പഠിച്ചു വന്നപ്പോ അതൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. സയൻസ് ആണേലും എന്താ കിട്ടുമോ, +1 തോറ്റാല് പിന്നെ +2 തോക്കല്ല, മാർക്ക് പോയാല് വീട്ടുകാരെന്താ പറയാ. ഇപ്പൊ ഇങ്ങനെ പഠിച്ചിട്ട് ലാസ്റ്റ് സമയത്ത് 2 മാസത്തെ ആ ഒരു വർക്കൗട്ട് തന്നെയാണ്. ജനുവരി ഫെബ്രുവരി അല്ലേ? ആ ഒരു ഇത് നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, ഈ മാർക്ക് കിട്ടി. അജ്ലാനെ എൻട്രൻസും എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല പ്രതിഭയുണ്ട് അജ്ലാനെ. കൂട്ടത്തിൽ അജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യം അടിവരായിട്ട് പറയാനുള്ളത്, ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമും ഓർഗനൈസ് ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളിലും ലീഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അജ്ലാൻ. അജ്ലാന് എന്താ നമ്മുടെ ബാക്കി 2 പേരെ ചോദിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ പൊതുവെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ വെറും പഠിത്തം അങ്ങനെ ഇങ്ങനെ മിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ഡോപ്പയുടെ ഉള്ളിൽ കയറിയപ്പോൾ ഫീൽ ചെയ്തത് ഒരു ലൈഫ്? ആദ്യം ഞാൻ വെച്ച് ഇന്റഗ്രേറ്റ് ഭയങ്കര ടഫായിരിക്കും, നമ്മളെ ഒരു വൈബില്ല, പഠിത്തം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കിതൊരു അങ്ങനെ ഫീൽ ആയിട്ടില്ല. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളേതായ ഇതിന് പോവാം, പഠിച്ചു കൊടുക്കുക, അവർ പറയുന്ന അനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് പഠിച്ചിറങ്ങുന്ന ഡോക്ടറാവാൻ മാത്രമല്ലോ, പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കുക. വെരി ഗുഡ്. അപ്പോൾ അതിനുള്ളൊരു പ്രാക്ടീസ് കൂടി ആവില്ല. രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ അജുവാണ് ഇതിനൊക്കെ ഒരു ഓർഗനൈസ് ചെയ്യുക. അപ്പം ഞാനൊക്കെ ടൂറൊന്നും ഞാൻ അറിഞ്ഞിട്ടെന്നല്ല. ടൂറ് രാജാവിനെ പോലെയാണ് ഞാൻ ഇങ്ങനെ വരിക, ഇറങ്ങുക, കാര്യങ്ങൾ ഇതാവുക, കഴിഞ്ഞ വണ്ടിയിൽ കയറുക, എല്ലാ മക്കളെ. അത് നിങ്ങളുടെ ഒരു ലൈഫ് സ്കൂളിങ്ങിന് അല്ലെങ്കിൽ ലൈഫ് സ്കൂളിംഗ് ഞാനൊരു പദം ഉപയോഗിച്ചത്. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടാക്കുക അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കിയോ? അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് നീറ്റ് കിട്ടും ബൈ ചാൻസ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോ 2 ഭാഗമല്ലേ, സംഭവിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചാല് എനിക്ക് എന്റേതായ ഒരു ഇതിൽ പോവാലോ, സ്വന്തം നിലപാടിലെടുത്ത് പോവാൻ എനിക്ക് പറ്റും, അവർ ഉറപ്പുണ്ട്. ലൈഫിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലേ എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ വരും അല്ലേ ഇവിടെ? അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? പ്രേക്ഷകർക്ക് ഇതുണ്ടാവും, എങ്ങനെ ടൂറ് കാര്യങ്ങളൊക്കെ, നമ്മുടെ ടൂറ്, ആർട്സ്, സ്പോർട്സ് ഒക്കെ എങ്ങനെയാണത്? അതെങ്ങനെ നിങ്ങളുടെ ഒരു അതിലൊരു ഇടപെടൽ എങ്ങനെയാണ്? സാധാരണ സ്കൂളിലൊക്കെ സാറുമാർ വന്നിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ ടൂർ ഇങ്ങനെയാണ് പോവാണ്. പക്ഷെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങളൊരു സ്ഥലം പറയാൻ പറഞ്ഞു. ഞങ്ങൾ തന്നെ അത് നോക്കിയപ്പോ ഞങ്ങക്ക് എന്തോ ചെയ്യാൻ തോന്നിയപ്പോ ഞങ്ങൾ ചെയ്തു. കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തു, ഞങ്ങൾ പോയി. പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ എല്ലാം നമ്മളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ എല്ലാവരും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തു, ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ നിന്നുണ്ട്.
കൂടെ നിന്നുകൊണ്ട്. അപ്പോൾ ഞാൻ അത് അടിവരായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇവരങ്ങ് നമ്മളെ വിശ്വസിച്ച് ഇവരങ്ങ് എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് ചെയ്യല്. ആർട്സ് ആണെങ്കിലും സ്പോർട്സ്, ഇനിയിപ്പോൾ സ്പോർട്സ് വരാനിരിക്കുന്നു അല്ലേ, സ്പോർട്സ് വരാനിരിക്കുന്നു, ആർട്സ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണം. അതുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ വരുമ്പോൾ അതിനെ അതിജയിക്കാൻ പറ്റും തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. പിന്നെ വീട്ടിൽ വിളിച്ചു, റിസൾട്ട് വന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു വീട്ടിൽ വിളിച്ചപ്പോൾ ഒരു റെസ്പോൺസ്? ആദ്യം ഇങ്ങനെ പറയും പഠിക്കുന്നതിനൊന്നും കാണാനില്ല, ഞാൻ കുറച്ച് പുറകോട്ടായി, കുറച്ച് കളിച്ചൊക്കെ ഇങ്ങനെ പോവാ. ആദ്യമൊക്കെ റാങ്ക് ഇവിടുത്തെ റിസൾട്ടിനൊക്കെ കുറച്ച് ബാക്കില, കുറച്ച് ബാക്കില. അപ്പൊ ഇങ്ങനെ വീട്ടുകാർ പറയും +1 റിസൾട്ട് കാണണം, ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് പോയിട്ട് ആൾക്കാർ ചോദിക്കും. റിസൾട്ട് പറഞ്ഞാൽ ഭയങ്കര സന്തോഷായിന്, ഇങ്ങനെ പറഞ്ഞു മാഷാഅല്ലാ. വിചാരിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ട്? ഇല്ല, ഞാൻ ഇങ്ങനെ പറയുമ്പോ 10ാം ക്ലാസ് ഇതേപോലെ പറഞ്ഞത്, എന്നിട്ട് 80% ഉള്ളേനു. അയ്യോ, 95 എന്ന് പറഞ്ഞപ്പോ ആദ്യം വിശ്വസിച്ചത് വെറുതെ പറയും കാര്യം പറയാനൊക്കെ. പിന്നെ മാർക്ക് കുറഞ്ഞത്, കുറച്ച് മാർക്ക് കുറഞ്ഞത്, ഒരു മാർക്ക് കൂടെ കേറിയിരുന്നല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ലാംഗ്വേജ് ഫുൾ അല്ലേ? വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള തീരുമാനം അല്ലേ, സ്വന്തമായിട്ടൊരു നിലപാടുണ്ടെങ്കിൽ എന്തിനും പിടിച്ചു വെക്കാം. ആരും പാരന്റ്സ് ഒന്നും പറയുന്ന കേൾക്കണ്ട, നമുക്ക് ഏതാ ഫീൽഡ് തോന്നുന്നത് അതിൽ പോവാ, പഠിക്കാം, സിസ്റ്റത്തിനെ വിശ്വസിച്ചാൽ മതി. യെസ് യെസ്. ഡോപ്പയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം? ഡോപ്പ എന്ന് പറയുമ്പോൾ നിനക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന വാവ് തോന്നുന്ന കാര്യം എന്താ? സാറുമാരെന്നെ എല്ലാത്തിനും കൂടെ വെക്കും. ഇപ്പൊ JD സാറ്, അഷ്റഫ് സാറ്, മിക്ക സാറും എല്ലാ സാറും നമ്മളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഫിസിക്സിനാണെങ്കിലും ഇപ്പൊ ഒരു കെമിസ്ട്രി സാറുമാർ നമുക്ക് അതിന് സൊല്യൂഷൻ പറഞ്ഞു. ആ ഒരു വൈകുന്നേരം നമ്മളെ കൂടെ നിൽക്കുമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് മറ്റൊരു അതിഥിയായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.